ഹായ് നമസ്കാരം. എല്ലാവർക്കും ഐഷാസ് ലിറ്റിൽ മൊമെൻറ്റ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള സാമ്പാറാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ബാച്ചിലേഴ്സിനായാലും എല്ലാവർക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റിയൊരു സാമ്പാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് സാമ്പാർ പൊടീൻ്റെ ആ കൂട്ടൊന്ന് ആദ്യം വറുത്തെടുക്കുകയാണ്. പണ്ട് കാലത്തൊക്കെ നമുക്കിപ്പോൾ സാമ്പാറും പൊടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, നമ്മൾ സാമ്പാർ വെക്കാറ് സാധാരണ സാധനങ്ങളൊക്കെ അമ്മമാർ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അതേപോലത്തെ പണ്ട് കാലത്ത് അടുക്കളയിൽ എങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂണാണ് ഇടുന്നത് കേട്ടോ. ജീരകം, അതേപോലെ ഉലുവ. അപ്പോൾ നന്നായിട്ട് ചെറിയ ഫ്ലെയിമിലേക്ക് കൊടുക്കുക, നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ചെറിയ ഫ്ലെയിമിൽ കൊടുക്കണം കേട്ടോ. എന്നിട്ട് മെല്ലെ തീ ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കണ്ടോ ഇതേപോലെ ചെയ്യുക. നല്ല പച്ചമണം ഒന്ന് കളയുക. പച്ചമണം കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം ഇത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കുക. വളരെ കുറച്ച് പച്ചക്കറിയുള്ളൂ. ആ പച്ചക്കറി വെച്ച് ഇഡ്ഡലിയിലേക്ക് ഒരു സാമ്പാർ. ഓക്കെ, ഞാനിതാ പരിപ്പിനെ കത്തിക്കാൻ പോകുന്നു അടുപ്പിലേക്ക് കേട്ടോ. ഗ്യാസിൽ വെക്കുകയാണ്. പരിപ്പ് കഴുകി അടുപ്പിലിട്ട് അതിന് ശേഷം ഒരു 4 പച്ചമുളക് ഇട്ട് സവാള ഇട്ട് പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഉപ്പിട്ടിപ്പോൾ വേവിക്കരുത് കേട്ടോ, സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ഉപ്പിടുള്ളൂ. വേവിക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിക്കണം നോക്കണം നല്ലോണം. സാമ്പാറിന് പരിപ്പ് വേവിക്കുന്ന സമയത്ത് പരിപ്പ് നല്ലോണം വേവണം, അല്ലെങ്കിൽ പരിപ്പ് വിട്ട് നിൽക്കാൻ പാടില്ല. പരിപ്പ് വേറെ കഷ്ണം വേറെ അങ്ങനെയാകുമ്പോൾ ആ സാമ്പാറിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നല്ലോണം ഈ പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞ് വേവണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം കണ്ടോ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മളിടേണ്ടത്, ഞാനിടുന്ന കഷ്ണം ക്യാരറ്റ് കണ്ടോളൂ. ക്യാരറ്റ് ഇടുന്നുണ്ട്. എനിക്ക് കുമ്പളങ്ങ ഇല്ലായിരുന്നു, വെള്ളരിക്കയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ വെള്ളരിക്കയാണ് എടുത്തത്. വീട്ടിൽ എന്താണോ സാധനങ്ങളുള്ളത് അതുകൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് രണ്ടും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് വെന്തതിന് ശേഷം നമ്മൾ ഉപ്പിടുന്നുള്ളൂ കേട്ടോ. ഉപ്പ് നമ്മളിപ്പോൾ തന്നെ ഇടുന്നില്ല. നമ്മളിത് വേവിച്ചെടുക്കുക. അപ്പം നമ്മളുടെ കഷ്ണങ്ങൾ ക്യാരറ്റും വെള്ളരിക്കയും വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് വേകുമല്ലോ ഇതെല്ലാം. മുരിങ്ങക്കായ ഇട്ടു, അതുപോലെ തന്നെ വഴുതനങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉപ്പിടാനായിട്ടില്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പുളി ഒഴിക്കണം കേട്ടോ. പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്. പുളി ഒഴിക്കുക. പുളി ഒഴിച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്കയും ഉപ്പും ഇട്ടാൽ മതി കേട്ടോ. വേണ്ട കഷ്ണം ഉടയരുത്. സാമ്പാറിന് കഷ്ണങ്ങൾ ഉടഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് ഇതിനകത്തേക്ക് ഉപ്പിടാൻ പോകും. ഇപ്പോൾ ആ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. അത് നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പെടുത്തിടുക. പിന്നീട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ചിട്ടുള്ള സാമ്പാറും ഉണ്ടാക്കില്ല, ഉലുവയും ജീരകമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ മസാല നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം കേട്ടോ. കേട്ടോ സാമ്പാറും പൊടിൻ്റെ മസാല നമ്മൾ ഉണ്ടാക്കില്ലായിരുന്നോ, മല്ലിപ്പൊടിയും ജീരകവും ഒക്കെ വറുത്തരച്ചിട്ട് അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ. ഇത് നമ്മൾ ഒഴിക്കുന്നത് ചുടുവെള്ളമാണ് കേട്ടോ. ഇതുണ്ട് ചുടുവെള്ളം ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ആ ചുടുവെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒരിക്കലും നിങ്ങൾ ചൂടുള്ളതിലേക്ക് നമ്മൾ ഒരിക്കലും ഒഴിക്കരുത് പച്ചവെള്ളം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് തിളച്ച് വരുന്ന സമയത്ത്
വെണ്ടയ്ക്ക ഇടണം നമ്മൾ കേട്ടോ. തിളക്കട്ടെ, ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഷ്ണങ്ങളിട്ട് ഇനി അടുത്ത കഷ്ണങ്ങൾ നമ്മൾ ഇടട്ടെ. ഇനി അടുത്ത് നമ്മളിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഈ വെണ്ടയ്ക്ക ഇടണം, അല്ലെങ്കിൽ വെണ്ടയ്ക്ക കൊഴുത്തു പോകും. ഇതുണ്ട്, വെണ്ടയ്ക്ക എടുത്തിട്ട് പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കേട്ടോ. ഇതുണ്ട് സാമ്പാറിൻ്റെ അപ്പം നമ്മുടെ കഷ്ണങ്ങളൊന്നും ഉടയുന്നില്ല കണ്ടോ. അങ്ങനെ എപ്പോഴും സാമ്പാർ വയ്ക്കുമ്പോൾ നമ്മൾ ഉടയരുത്. നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ആ സാമ്പാറുണ്ടല്ലോ, അതേ മണമാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ സാമ്പാറിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പൊടിച്ചെടുത്തതല്ലേ, അതുകൊണ്ടാണ് ആ മണം സ്മെല്ല് വരുന്നത് കേട്ടോ. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എപ്പോഴും സാമ്പാർ. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ സാമ്പാർ തിളയ്ക്കുന്ന കണ്ടോ. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കണ്ടല്ലേ. ഇതുണ്ടോ, ഒരു കഷ്ണം നമ്മുടെ ഉടഞ്ഞു പോയിട്ടില്ല. ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കേണ്ടത്. എന്ത് സ്മെല്ലാന്നറിയും സാമ്പാറിന് ഇപ്പോഴും. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം കേട്ടോ. ഇനി നമ്മൾ സാമ്പാർ താളിച്ചൊഴിക്കാൻ പോകുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമ്മൾ കടുകിടണം. നല്ലോണം വെളിച്ചെണ്ണ ചൂടായിട്ടോ. ചൂടായതിന് ശേഷം കടുകിട്ടു. കടുക് നല്ലോണം പൊട്ടി ആ കടുകിൻ്റെ എസൻസ് അതിനകത്തേക്ക് വരണം കേട്ടോ. അതാണ് കടുകിടുമ്പോൾ. അപ്പോൾ കടുക് നമ്മൾ കാണാറില്ലേ, കറിക്കൊരു ശകലമുള്ള ആ ശകലത്തിൽ നിന്ന് നല്ലൊരു ഇതാണ് ആ കടുകിന്. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടോ. ഇനി നമ്മൾ കടുക് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അടുപ്പത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ കായപ്പൊടി ഇട്ടിട്ടില്ല, ഇനി കായപ്പൊടി ഇടുക. കായപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കണ്ടോ സാമ്പാർ കണ്ടോ സാമ്പാറിൻ്റെത്. ഇനി നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ ചോറ്. ഇതിൻ്റെ മണം എന്താണെന്നറിയോ നിങ്ങൾ? നമ്മളാ വീട്ടിലെ സാമ്പാറും പൊടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ മണം വരുന്നത്. ഇത് ഭയങ്കര മണം. ഇത് നമ്മൾ ഇപ്പം തന്നെ ചോറുണ്ണാൻ തോന്നുക, പക്ഷെ നോമ്പുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ പറ്റില്ലല്ലോ. ഇപ്പം ഇന്ന് നോമ്പ് തുറക്കാൻ നമ്മൾ ഉണ്ടാക്കുന്നത് സാമ്പാറാണെന്ന്. സാമ്പാറും ഇഡ്ഡലിയും നല്ലൊരു മുളകാ ചമ്മന്തി ഉണ്ടാക്കും. ഇത് മതി, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്.